മയക്കൊക്കെ പോയി. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നതാണ് കാരാപ്പുഴ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂള്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം തേട ന്യൂസ് വാർത്ത നൽകിയിരുന്നു. ഇവിടെ ഈ സ്കൂളിലാണെങ്കിൽ ഏറ്റവും മൂന്നാമത്തെ നിലയിലാണെങ്കിൽ ഒരു തേനീച്ചക്കൂട് ആശങ്കയായി നിൽക്കുന്നതെന്ന്. ഞായറാഴ്ച ഒരു ദിവസം കൊണ്ടാണ് ഈ തേനീച്ചക്കൂട് ഇവിടെ രൂപപ്പെടുകയും തിങ്കളാഴ്ച രാവിലെ സ്കൂൾ ജീവനക്കാർ അല്ലെങ്കിൽ സ്കൂൾ അധികൃതർ ഇവിടെ വന്നപ്പോഴാണ് ഈ ഒരു കാഴ്ച കണ്ടതും. തുടർന്ന് കുട്ടികളെല്ലാം തന്നെ മാറ്റി സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് മാറ്റി പാർപ്പിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോഴിതാ വനം വകുപ്പ് ഈ കാര്യത്തിൽ ഇടപെട്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം വനം വകുപ്പിന്റെ ഒരു അനാസ്ഥ നമ്മൾ കണ്ടതും കൂടിയാണ്. ഇപ്പോൾ ആ കാര്യത്തിൽ വനം വകുപ്പ് വളരെയധികം കാര്യക്ഷമമോടെ പ്രവർത്തിക്കുന്ന ഒരു സമയമാണിത്. ഇപ്പോൾ തന്നെ അവരിവിടെ എത്തുകയും ആ ഒരു തേനീച്ചക്കൂട് അവിടെ നിന്നാണെങ്കിൽ ഇന്ന് 7 മണിക്ക് ശേഷം ആ തേനീച്ചക്കൂട് അവിടെ നിന്ന് തുരത്താനുള്ള ഒരു നീക്കവും പ്ലാൻ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് നഴ്സറി മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് അവധി കൊടുത്തിരിക്കുകയാണ് സ്കൂള്. നമുക്ക് ആ ദൃശ്യങ്ങളും കൂടെ ഒന്ന് കണ്ടുവരാം. കഴിഞ്ഞ ദിവസം ആ ഒരു കോർണർ സൈഡിലായിരുന്നു തേനീച്ചക്കൂട് സ്ഥിതി ചെയ്തിരുന്നത്. എന്നാൽ അതിപ്പോൾ അവിടുന്ന് മാറി ബിൽഡിങ്ങിന്റെ ഏറ്റവും മുകൾ ഭാഗത്തായിട്ടാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നതും. ഈ ഒരു സ്കൂളിൽ 500-ലധികം കുട്ടികൾ പഠിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തെ തുടർന്നാണെങ്കിൽ തന്നെ ഇപ്പോൾ കുട്ടികളെല്ലാം തന്നെ നഴ്സറി സ്കൂൾ മുതൽ 7ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് അവധി കൊടുക്കുകയും ബാക്കിയുള്ള കുട്ടികളെ ഈ ഒരു കെട്ടിടത്തിൽ നിന്ന്, അതായത് ഈ ഒരു ബ്ലോക്കിൽ നിന്ന് വലതുവശത്തെ ബ്ലോക്കിലേക്ക് മാറ്റിയിരിക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഫയർഫോഴ്സും വനം വകുപ്പും തമ്മിലാണെങ്കിൽ ആരാണ് ഈ ഒരു കാര്യത്തിൽ ഏറ്റെടുക്കേണ്ടത്, ആരുടെ ഉത്തരവാദിത്വത്തിന്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളാണെന്നൊരു സംശയമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ വന്യജീവി വകുപ്പ് ഇവിടെ എത്തിച്ചേരുകയും അവർ അതിന്റെ നടപടിക്രമങ്ങൾ തുടങ്ങുകയും ചെയ്തിരിക്കുകയാണ്. എന്നാൽ ഒരു പകൽ സമയത്ത് നമുക്ക് ഇതിനകത്തൊന്നും ചെയ്യാൻ സാധിക്കില്ല. കാരണം തൊട്ടടുത്ത് തന്നെ കുമരകം റോഡും അതുപോലെ തന്നെ ജനവാസ മേഖലയുമാണ്. കുട്ടികൾ ഇവിടെ പഠിക്കുന്നതുമുണ്ട്. അപ്പോൾ ഈ ഒരു പകൽ സമയത്ത് ഇത് ചെയ്യുന്നത് പ്രായോഗികമായ ഒരു കാര്യമല്ല. മാത്രമല്ല വലിയൊരു അപകടത്തിലേക്ക് അത് പോവുകയും ചെയ്യും. ആ ആശങ്ക നിലനിൽക്കുന്നതിനാൽ തന്നെ വൈകുന്നേരം 7 മണിക്ക് ശേഷമാണ്
തേനീച്ചക്കൂട് ഇവിടുന്ന് തുറക്കാനുള്ള ഒരു തീരുമാനമുണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസം ഈ വാർത്ത ആദ്യമായി പുറത്തുവിട്ടതും തേടൈ ന്യൂസ് ആണ്. ഇങ്ങനെ ഒരു പ്രശ്നം ഈ ഒരു സ്കൂളിൽ നിലനിൽക്കുന്നുണ്ട്. കാരാപ്പുഴ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് നമ്മൾ പുറത്തുവിട്ടിരുന്നു. ആ വാർത്തയെ തുടർന്ന് പോലീസും മാത്രമല്ല നഗരസഭയും വനം വന്യജീവി വകുപ്പെല്ലാം തന്നെ ഇടപെടുകയും ചെയ്തിരുന്നു. തുടക്കത്തിൽ ഒരു അനാസ്ഥ ഉള്ളതായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതിന് പുറകെ നമുക്ക് നമ്മളോടിപ്പം ചേരുന്നത് PTA പ്രസിഡന്റ് ആണ് ഈ സ്കൂളിലെ. നമ്മൾ കഴിഞ്ഞ ദിവസവും അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടതാണ്. നമുക്കൊന്നുകൂടെ ഒന്ന് ചോദിച്ചു നോക്കാം. നമസ്കാരം സർ. നമസ്കാരം. എന്താണ് നടപടി? ഇപ്പം നിങ്ങൾ നേരത്തെ ഇതൊക്കെ വന്ന് കണ്ടതാണ്. 3 ദിവസം മുമ്പായിരുന്നു ഈ സാധനങ്ങളൊക്കെ ഇവിടെ വന്നത്. ഇതിന്റെ ഒരു അപകടം എന്നുള്ളത് ഓരോ ദിവസം കഴിയുമ്പോഴാണ് നമ്മൾ ഇതിന്റെ അപകടത്തെക്കുറിച്ച് മനസ്സിലാക്കിയത്. സത്യം പറഞ്ഞാൽ ഇത് ഗവൺമെന്റ് സ്കൂളാണ്. നമ്മൾ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. പല ഭാഗത്തുനിന്നും വരുന്ന കുട്ടികളാണ്. ഏറ്റവും കൂടുതൽ ഈ കുട്ടികളെന്ന് പറയുന്ന സാധാരണപ്പെട്ട പാവപ്പെട്ട വീട്ടുകളിലെ കുട്ടികളാണ്. പക്ഷെ ഇതിന്റെ ഈ ദുരവസ്ഥ നമുക്ക് മനസ്സിലാക്കിയപ്പം ഇതിലൊരു 3 എണ്ണമെങ്കിലും കുത്തിയാൽ, ഒരെണ്ണം പോലും കുത്തിയാൽ ആള് പിന്നെ ജീവിച്ചിരിക്കില്ല എന്നുള്ളത്. അപ്പം അത്ര മാരകമായിട്ടുള്ള ഒരു ഈച്ചയാണത്. ചില ഇടങ്ങളിലൊക്കെ സംസാരിക്കുന്നത് കടന്നലെന്ന് പറയും. ഇത് 4 തരം ഈച്ചകളുണ്ടെന്നാണ് പറയുന്നത്. അതിൽ ഏറ്റവും മാരകമായിട്ടുള്ള ഈച്ചയാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പം അങ്ങനെ ഉടനെ തന്നെ ഇതിന്റെ അധ്യാപകരൊക്കെ ഇത് ബോധവാന്മാരാവുകയും കുട്ടികളെ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് മാറ്റുകയും അത് DDA എല്ലാ സ്ഥലങ്ങളിലും ബന്ധപ്പെട്ടു എന്നുള്ളതാണ്. നിയമപരമായിട്ട് കളക്ടറെ അറിയിച്ചു, അഡീഷണൽ കളക്ടറെ അറിയിച്ചു, വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉന്നത തലങ്ങളിലേക്കെല്ലാം ഫാക്സുകൾ അയച്ചു. നഗരസഭയിൽ ഫസ്റ്റിൽ വിളിച്ചു പറഞ്ഞത് നഗരസഭയിലായിരുന്നു. പക്ഷെ ആദ്യമൊന്നും നമുക്ക് അതിന്റെ ഒരു ഇത് വന്നില്ല. അനാസ്ഥ ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? അനാസ്ഥ ഉണ്ടായിട്ടാണല്ലോ ഇപ്പൊ ഇന്നാണ് സത്യം പറഞ്ഞാൽ ഹെൽത്തിന്ന് നഗരസഭ വിളിച്ചു പറഞ്ഞ് ഹെൽത്തിന്ന് വന്നതാണെന്ന് പറഞ്ഞു. വന്നത് പറയുമ്പോൾ നമ്മളത് പറയണമല്ലോ. ഇന്ന് വന്നിരുന്നു. അങ്ങനെ വന്നു. അപ്പോൾ ഒരു ഫോറസ്റ്റുമായിട്ട് ബന്ധപ്പെടണമെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഫോറസ്റ്റിന്റെ ആളുകൾ വന്നപ്പോഴാണ് അറിയുന്നത് ഇത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ പോലും ഇതിന്റെ അണ്ടറിലല്ല. അവരുടെ ഒരു 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 താല്പര്യപ്രകാരമാണ് ഇപ്പൊ ഇവര് വരുന്നതും. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അണ്ടറിൽ അല്ലെങ്കിൽ ആരുടെയാണ്? അതിനെ കുറിച്ച് നമ്മൾ ചോദിക്കുകയാണ്. സാധാരണപ്പെട്ട ജനങ്ങൾക്ക് നമ്മളെല്ലാം ഒരേ ഉത്തരവാണ്. എല്ലാവരും ചോദിക്കുകയാണ്, പിന്നെ ഇത് ആരാണ് ചെയ്യേണ്ടത്? പ്രൈവറ്റ് സ്കൂളിലാണെങ്കിൽ ആരെയെങ്കിലും വിളിച്ച് ചെയ്യിക്കാം എന്നൊരു വാക്ക് പറയാൻ പറ്റും. പക്ഷെ ഇതിപ്പോ ആരാണ് ചെയ്യേണ്ടത്? ഈ ഇത്രയും കുട്ടികൾ 3 ദിവസമായിട്ട് ഈ കുട്ടികളുടെ പഠിത്തം പോയി. ഒന്നാമത് ഇവിടെ ഏറ്റവും കൂടുതൽ മഴ പെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ക്യാമ്പ് നടക്കുന്നൊരു സ്കൂൾ കൂടാണിത്. അപ്പൊ തന്നെ പല പ്രാവശ്യം ഈ പ്രവൃത്തി ദിവസങ്ങളിൽ ക്യാമ്പ് പല പ്രാവശ്യം ഇവിടെ കഴിഞ്ഞു. ആ സമയത്തൊക്കെ കുട്ടികളെ നമ്മൾ പറഞ്ഞു വിട്ടിട്ടുണ്ട്. അപ്പൊ ആ ലീവൊക്കെ കൂടെ ചേർത്ത് ഇത് എങ്ങനെ കവർ ചെയ്ത് കുട്ടികളെ പഠിപ്പിക്കും എന്നുള്ള ശങ്കാവേശത്തിലാണ് ഈ സാർമാരൊക്കെ തന്നെ. അപ്പൊ ആ കൂട്ടത്തിലാണ് രക്ഷിതാവ് എന്നുള്ളത് നമ്മളൊക്കെ തന്നെ. അപ്പൊ ഇത് ഇനിയിപ്പോ എങ്ങനെ പോകുമെന്നറിയില്ല. പക്ഷെ ഇപ്പൊ ഒരു ആശാവകമായ കാര്യം എന്ന് പറയുന്നത് ഫോറസ്റ്റ് ഇടപെട്ടു എന്ന് പറയുന്നു. ഫോറസ്റ്റ് എങ്ങനെ ഇത് കൈകാര്യം ചെയ്യണമെന്നറിയില്ല. ഇപ്പൊ നമുക്ക് ഇന്ന് വൈകിട്ട് ചെയ്യാമെന്നാണ് പറയുന്നത്. പക്ഷെ നമുക്കൊരു പേടി, ഒരു കാക്കയോ കിളിയോ ഏതെങ്കിലും ഒരു സാധനങ്ങൾ വന്ന് അവിടെ കാണാമെന്ന് തട്ടിയാൽ ഇത് സ്പ്രെഡായി പോയെങ്കിൽ പിന്നെ ഇവിടെ അതിനെ പിന്നെ ആരോട് ഉത്തരം പറയും? ഉത്തരവാദിത്തപ്പെട്ട ആളുകളൊക്കെ കൈഴിയും. ആ സമയത്ത് പിന്നെ ഇവിടുത്തെ നിരപരാധികളായിട്ടുള്ള അധ്യാപകരുടെ മണ്ടയിൽ വരുമെന്നുള്ളതാണ്. അപ്പൊ അതിനൊരു നടപടി ഇമ്മീഡിയറ്റ് സ്വീകരിക്കണമെന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. 2 ദിവസമായിട്ട് കുട്ടികൾക്കൊക്കെ അവധി കൊടുത്തിരിക്കുകയാണ്. അതിൽ വലിയൊരു ആശയം എന്ന് പറയുന്നത് അഡീഷണൽ നമ്മുടെ കളക്ടർ അദ്ദേഹം വിളിച്ചിരുന്നു. വിളിച്ച് സ്ഥിതിഗതികളൊക്കെ ഇന്നലെ മനസ്സിലാക്കിയിരുന്നു. പക്ഷെ ഇന്ന് ആരും വന്നിട്ടില്ല. ഇന്ന് ഹെൽത്തി എന്നുള്ള ആളുകൾ വന്നു. കുട്ടികൾക്ക് അവധി കുട്ടികൾക്ക് 1 മുതൽ 7 വരെയുള്ള കുട്ടികൾക്ക് ഇന്ന് അവധി കൊടുത്തിട്ടുണ്ട്. ഓക്കെ. ഇപ്പോൾ നമ്മളോട് ചേർന്നത് ഗവൺമെന്റ് കാരാപ്പുഴ ഹയർ സെക്കൻഡറി സ്കൂളിലെ PTA പ്രസിഡന്റ് ആയിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നത്
ഈ ഒരു കാര്യം തുടങ്ങിയിട്ട് 2-3 ദിവസമായിട്ടുണ്ടായിരുന്നു. ആ ഒരു പ്രശ്നം ഇതുവരെ പരിഹരിച്ചിട്ടില്ല. പലരുടെയും അനാസ്ഥയുണ്ടെന്നും അദ്ദേഹം പറയുന്നുണ്ട്. പ്രധാനമായും കോട്ടയം നഗരസഭയും ആണെങ്കിൽ തന്നെ അവർ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കാര്യം ഇന്ന് വൈകിട്ടത്തോടു കൂടി ഒരു തീരുമാനമാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ വനം വന്യജീവി വകുപ്പിന്റെ പരിധിയിൽ വരുന്നതല്ല എന്നാണ് അവർ പറയുന്നത്. എന്തായാലും ഇന്ന് വൈകുന്നേരത്തും 7 മണിക്ക് ശേഷം ഈ ഒരു തേനീച്ചക്കൂട് ഇവിടുന്ന് പൂർണ്ണമായും ഇതിനെ ഇളക്കി മാറ്റാനുള്ള നടപടികൾ അവർ സ്വീകരിച്ചു വരികയാണ്. എത്രയും പെട്ടെന്ന് ആ ഒരു കാര്യങ്ങൾ നടക്കുകയും സ്കൂൾ പ്രവർത്തനമാകട്ടെ എന്നും വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള അന്തരീക്ഷം സൃഷ്ടിക്കട്ടെ എന്നും നമുക്കും പറയാം. കോട്ടയം കാരാപ്പുഴ സ്കൂളിൽ നിന്നും തേടൈ ന്യൂസ്.